ലൂക്കോസിന് സുവിശേഷം 11:1 വായിച്ചോട്ടെ. ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് താഴെ വരുമ്പോൾ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒരപ്പനോട്, വായിച്ചോട്ടെ, എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കണ്ടോ, ഇവിടെ ഒരു ഉദാഹരണം തമ്പുരാൻ പറയുകയാണ്. അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുകയാണ്. ഒരപ്പൻ ഒരു മകൻ തൻ്റെ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? നിങ്ങൾ ആരെങ്കിലും കൊടുക്കുമോ? നിങ്ങളുടെ മോൻ ഭയങ്കര പ്രശ്നക്കാരൻ, വെള്ളമടിക്കും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ എനിക്ക് ദോശ തരാൻ പറഞ്ഞാൽ കല്ലെടുത്ത് കൊടുക്കുമോ? ഇല്ല. അവൻ മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? അങ്ങനത്തെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും? ഇതൊന്നും കൊടുക്കത്തില്ല. എന്നാൽ യേശു അതിന്റെ താഴെ പറയുകയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അപ്പൻ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പനോട് പ്രാർത്ഥിക്കുന്നത് അപ്പം തിന്നാനും പിന്നെന്താണ് മീൻ തിന്നാനും ചോറ് തിന്നാനൊന്നും ആകരുത് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടി ആകരുത്. രണ്ടുപേരുടെ കരം പൊങ്ങി, മറ്റുള്ളവരുടെ ഒന്നും കരം പൊങ്ങിയിട്ടില്ല. പക്ഷെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ഒരു വീട് വെക്കാനും ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം നടക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനൊക്കെ. അന്നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കത്തില്ലെന്ന അർത്ഥം എന്നുണ്ടെങ്കിൽ ആ കൈ അങ്ങനെ തന്നെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് അപ്പൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് അപ്പവും മീനും ചോറും ബിരിയാണിയും കുഴിമന്തിയൊന്നും അല്ല. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അത് സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാകരുത്. യേശു പറയുന്നു, എന്നോട് ചോദിച്ചാൽ എത്രയധികം ഞാൻ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് തരാതിരിക്കും. അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നീ അപ്പനോട് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ തരണമേ. പരിശുദ്ധാത്മാവിനെ മിക്കവാറും സഭ വിട്ടുപോകുന്ന ലക്ഷണമാണ് കുറേ പേര്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഭയിലോട്ട് വരുന്നില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉള്ള സന്തോഷവും പോവും. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പത്തിനും വലിയ വീടിനും വിടുതലിനും ഒന്നും ആകരുത്. നിങ്ങൾ ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ചോദിച്ചാൽ എത്രയധികം അവൻ നിങ്ങൾക്ക് തരാതിരിക്കും. നിങ്ങൾക്കറിയാമോ, ഒരുവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാത്തിനും ഒരു പൂർത്തീകരണമായി. നിങ്ങൾ ഈ അപ്പവും മീനും ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അപ്പവും തരും, മീനും തരും, 2 നല്ല വീടും തരും, ഓടിയും തരും, എല്ലാം തരും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തിരിഞ്ഞു വരണോ. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ പലപ്പോഴായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവർ ഡോക്ടറും എഞ്ചിനീയറും ആകാനല്ല, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമേ എന്ന് പറഞ്ഞ്, ഓഹോ, പരിശുദ്ധാത്മാവിനെ കിട്ടണമേ എന്ന് പറഞ്ഞ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമേ, നിന്റെ തലമുറയുടെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കുന്ന ഒരു പൽക്കാലമായി മാറുന്നു. അവൻ മോശക്കാരനായിരിക്കാം, അവൻ മദ്യപാനിയായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് വന്നാൽ അവനെ തിരിച്ചിരിക്കുക, അത് നിശ്ചയമാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ സന്തോഷമുള്ളവരായിട്ട് മാറും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്ക് തുടക്കമിട്ടാൽ എൻ്റെ സ്വർഗം അത്ഭുതം ചെയ്യുമെന്ന് എൻ്റെ കർത്താവ് ദൂത് പറയുന്നു. അടുത്തൊരു കാര്യം കൂടെ പറയാം, പരിശുദ്ധാത്മാവ് വന്നാൽ ഭയം പോകും. പരിശുദ്ധാത്മാവ് വന്നാൽ ഭയം പോകും.
പരിശുദ്ധാത്മാവ് വന്നാൽ ആ അഭിഷേകം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് വന്നാൽ അന്യഭാഷ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് വന്നാൽ പ്രവചനം പുറപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് വന്നാൽ വെളിപ്പാടുകളുടെ മണ്ഡലങ്ങളെ സ്വർഗം തുറക്കും. ഓ ഓ ആരൊക്കെ പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഇടപെടൽ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. റബന ശബന ശഗ റബ ലബ യെസ് കത്തിക്കേറിക്കോട്ടെ. പരിശുദ്ധാത്മാവുള്ളവരെ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിന്റെ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവുള്ളവനൊന്നും ഒരു പേടിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കേൾക്കാത്തവർക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഞാൻ നിൽക്കുന്നത് ശത്രുക്കളുടെ മധ്യത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ ശത്രുവിനെ ഭയപ്പെടത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഞാൻ ശത്രുവിനെ ഭയപ്പെടത്തില്ലെന്ന് പറ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2:2 ഇങ്ങനെ പറയുന്നുണ്ട്, നീ താമസിക്കുന്നിടം ശത്രുവിന്റെ ഇരിപ്പിടമെന്ന് ഞാൻ അറിയുന്നു. ഏതൊക്കെയോ കുടുംബം ഇരിക്കുന്നത് ശത്രുവിന്റെ പാളയത്തിലാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 2 പറയുന്നു, നിങ്ങൾ താമസിക്കുന്നിടം ശത്രുവിന്റെ ഇരിപ്പിടമെന്ന് ഞാൻ അറിയുന്നു. താഴോട്ട് വായിച്ചു വന്നപ്പോൾ എനിക്കൊരു സമാധാനമുണ്ടായത്, ഇരിപ്പിടമായതുകൊണ്ട് വിട്ടുപോകാനല്ല പറഞ്ഞത്, അവിടെ തന്നെ നിൽക്കാനാ പറഞ്ഞത്. സ്തോത്രം. ഒരു കരങ്ങൾ ഉയർത്തിയിട്ട് ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്തോട്ടെ. ഇതാരോടാ പറഞ്ഞത്? പരിശുദ്ധാത്മാവുള്ളവരോട് പറയുകയാണ്, നീ അവിടെ നിൽക്ക. ഭയം നിന്നെ തൊടത്തില്ല. ഭയം നിന്നെ തൊടത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു മാനിനെ കൊണ്ടിട്ടത് എവിടെയാണ് ദൈവം? ഒരു മാനിനെ ജീവിപ്പിച്ചത് എവിടെയാണ് ദൈവം? സിംഹത്തിന്റെയും കടുവായും ജീവിക്കുന്നതിന്റെ മധ്യത്തിൽ മാനിന് വാസസ്ഥലമുണ്ടാക്കിയ എന്റെ ദൈവമാ. സ്തോത്രം. ഇത്രയും പാപം പിടിച്ച ഒരു ജന്തുവില്ല, അതിനെ താമസിക്കുവാൻ ദൈവം കണ്ടെത്തിയ സ്ഥലം സിംഹവും കടുവായും പുലിയും ഒക്കെ താമസിക്കുന്നതിന്റെ മധ്യത്തിൽ വീടൊരുക്കി കൊടുത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ അല്പം കേറി നിന്ന് പറയട്ടെ, ഈ മാനൊന്നും വെള്ളം കുടിക്കാതെ ചത്ത ചരിത്രമില്ല. ഒരു സ്തോത്രം പറ. ഈ മാനൊന്നും ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ച ചരിത്രമില്ല. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? ജീവിക്കുന്ന സിംഹത്തിന്റെ മധ്യത്തിലല്ലയോ? അതുകൊണ്ട് പുറത്തോട്ടിറങ്ങിയാൽ സിംഹം എന്നെ കടിക്കുമെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതെ ചത്തോട്ടില്ലെന്ന്. നീ ജീവിക്കുന്നത് ശത്രുവിന്റെ മധ്യത്തിലാണെങ്കിലോ കൊന്നുകളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, എത്ര പേർക്ക് പറയുന്നത് മനസ്സിലായിട്ടുണ്ട്? എടോ, നിനക്ക് ഭവനം ഒരുക്കിയ ദൈവമാണെങ്കിൽ അത് ശത്രുവിന്റെ സാമ്രാജ്യത്തിന്റെ അകത്താണെങ്കിലും അതിന്റെ അകത്തൂടെ വഴി നടത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിങ്ങൾ എന്താണ് യേശുവിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടിട്ട് തന്നത് സിംഹത്തിന്റെ നടുവിലും ബലത്തോടെ ജീവിക്കാനാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മാനും വെള്ളം കുടിക്കാൻ ചത്തിട്ടില്ല. ഞാൻ നീർത്തോടിന്റെ അടുത്തോട്ട് പോയാൽ ഇവന്മാര് വന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതെ ജീവിച്ചിട്ടില്ല. കാരണം മാനിനോട് വെച്ച മാൻ പറയാൻ, ദേവദാസനെ, ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം അത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ മാൻ പറയൂ, ഞങ്ങൾ ശത്രുക്കളുടെ മധ്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വെള്ളമൊരുക്കി തരുന്ന ഒരു നല്ല തമ്പുരാനുണ്ട്. ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. സ്തോത്രം. എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്നാനത്തിനെ പറ്റി പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നതിന് ശേഷമാണ് ഞാനെന്ന് പറഞ്ഞൊരു ദൈവദാസൻ എൻ്റെ അകത്തുനിന്ന് ഉരുവായി പുറത്തു വന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് വെളിപ്പാടുകൾ കാണാൻ തുടങ്ങിയത്. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ദർശനങ്ങൾ കാണാൻ തുടങ്ങിയത്. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് വചനത്തിൻ്റെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഏറ്റവും സോളിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ചോർത്തുവാൻ ദൈവം എനിക്ക് അധികാരം തന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ ജീവിതമാകെ മാറ്റിമറിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകൽക്കാലം നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് കൊതിക്കുക.
പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാം കഴിയും. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൽ തന്നെ കോരേഹ് പുത്രന്മാർ പറഞ്ഞത്, കോരേഹ് പുത്രന്മാർ പറഞ്ഞത്, മാൻ നീർത്തോടിനെ ആശ്രയിക്കുന്നത് പോലെ, കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആത്മാവ് നിന്റെ ആത്മാവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചലനമില്ലാത്ത കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, യേശുവേ നിന്റെ ആത്മാവാണ്, എന്റെ ആത്മാവ് ചേരുവാൻ ഞങ്ങൾ കാക്ഷിക്കുന്നു. ഈ ആത്മാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ആത്മാവ് അകത്ത് വന്നു കഴിഞ്ഞാൽ സിംഹങ്ങളൊക്കെ ഉപവസിക്കാൻ പോകും. മനസ്സിലായില്ല? മനസ്സിലായവരുടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ അകത്ത് ആത്മാവ് വന്നാൽ നിന്നെ കീറാൻ വരുന്ന സിംഹം അന്നൊരു ഉപവാസം പ്രഖ്യാപിക്കും. ഈ 30 ദിവസം ഞാൻ ഉപവാസം, ഞാനൊന്നും തിന്നത്തില്ല. നീ ഒരു സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് വീഴുമ്പോൾ, അതും കുറേ ദിവസം പട്ടിണി കിട്ടേക്കുന്ന സിംഹം, ഒരാൾ കുഴിക്കകത്തോട്ട് വന്നാൽ മതി, ചാടി പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കുക സിംഹങ്ങൾ. അപ്പൊ നീ താഴോട്ട് ചെല്ലുമ്പോൾ സിംഹം പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്, ഞാനൊന്നും തിന്നത്തില്ല, ഒന്നും കുടിക്കത്തില്ല, 30 ദിവസം ഉപവാസം. ആത്മാവുള്ള നിന്റെ മുമ്പിൽ സിംഹം ഉപവസിക്കുക. ആത്മാവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സിംഹത്തിന്റെ വായടയും. ആത്മാവില്ലാത്തന്നെ എപ്പം കപ്പിത്തുന്നെന്ന് ചോദിച്ചാൽ മതി. അവന്റെ മണമടിക്കുമ്പോഴേ സിംഹം കയറി പിടിക്കും. പക്ഷെ ആത്മാവുള്ളവനെ പിടിക്കാൻ സിംഹം ഒന്ന് വിറയ്ക്കും. അവന്റെ ശക്തി അവിടെ ചോർന്നു പോകും. എന്നിട്ട് അവൻ വായടയ്ക്കും. എന്നിട്ട് അവൻ നിന്നെ കരുതും. നിന്നെ വേറൊന്നും കയറി ആക്രമിക്കാതിരിക്കാൻ സിംഹം നിങ്ങൾക്ക് കാവല് നിൽക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ, എൻ്റെ അടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ആത്മാവുള്ളവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതന്മാരുടെ ഗണങ്ങൾ ഇറങ്ങും. ദൂതന്മാരുടെ കൂട്ടം നിനക്ക് നിന്റെ കുടുംബത്തിന് ചുറ്റുമായി പാളയം ഇറങ്ങുമെന്ന് ഇന്ന് പാൽക്കാല ദൂത് പറയുക. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ കർത്താവിന് മാത്രം കൊടുക്കുക. സ്തോത്രം. ഈ ആത്മാവുള്ള മനുഷ്യൻ അധികം നിലവിളിക്കത്തില്ല. നമ്മൾ മനുഷ്യരാണ്, നിരാശ ഉണ്ടാവും, നമ്മൾ പലതും പറഞ്ഞു പോകും, നിരാശയുടെ വാക്കുകൾ പറയും. പക്ഷെ അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ തകർന്നു പോകുന്നതിന് മുമ്പേ ചില സിംഹങ്ങളെ നിന്റെ മുമ്പിൽ കൊണ്ടിടും. എന്നിട്ട് സിംഹത്തെ കൊണ്ട് നിന്നെ പാഠം പഠിപ്പിക്കുക. മനസ്സിലായവർ കരകൾ ഉയർത്തി ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ. എടാ, തിന്നാൻ വരുന്ന സിംഹം നിന്നെ ചില പാഠം പഠിപ്പിക്കും. കണ്ടോടാ, നിന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ടാണ് എൻ്റെ വായ അടഞ്ഞു പോയത്. സ്തോത്രം. ശത്രു നിന്നെ പാഠം പഠിപ്പിക്കുന്ന, നിനക്ക് ചില നല്ല വഴികൾ പറഞ്ഞു തരുന്ന സീസൺ തുറക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അത് സ്വീകരിക്കുന്നവർ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നശിക്കത്തില്ലെന്ന്, ഈ ആത്മാവിനെ പ്രാപിച്ച ഒരു കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ലെന്ന്. അത് ഗ്യാരണ്ടിയാ. എടാ, ആത്മാവുള്ളവനെ ഒരുത്തം കൊന്നു, 3 ദിവസമേ മരണത്തിന് അവനോട് ഇരിക്കാൻ കഴിഞ്ഞല്ലോ. 3-ാമത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പേ ആത്മാവ് ജീവൻ പകർന്നു കൊടുത്തു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ മുകളിൽ ഇറങ്ങിയ ആത്മാവ്, ആ ശവക്കോട്ടയ്ക്കകത്തുനിന്ന് യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന നിന്നെയും നിന്റെ തലമുറയെയും ചില വിഷയത്തിനകത്തുനിന്ന് കരം പിടിച്ചുയർപ്പിക്കുന്ന ഒരു പകൽക്കാലമാണ്.